ഇപ്പോൾ സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്ന് പ്രശസ്ത മാധ്യമപ്രവർത്തകനായ AM സജിത്ത് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ പറയാൻ. സജിത്ത്, ഗുഡ് മോർണിംഗ്. സജിത്തെ, ശരിക്കും ഒരു രണ്ടാം ദിവസം, യുദ്ധത്തിൻ്റെ രണ്ടാം ദിനം ഇറാൻ്റെ ഒരു പരുങ്ങൽ പ്രകടമാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇറാന്റെ പരുങ്ങൽ പ്രകടനം തന്നെയാണ്. ആയത്തുള്ള ഖാംനയുടെ വധത്തിന് ശേഷം ഇറാൻ ഒന്ന് പതറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പൂർവാധികം ശക്തിയോടെ തങ്ങൾ തിരിച്ചടിക്കുമെന്ന് റവല്യൂഷണറി ഗാർഡും മറ്റു നേതാക്കളും പ്രസ്താവന ഇറക്കുന്നുണ്ടെങ്കിലും അത് അത്രത്തോളം സാധ്യമല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഖംനയുടെ വധത്തിൽ ഒതുങ്ങിയിട്ടില്ല ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്തമായിട്ടുള്ള ആക്രമണം. അതിനുശേഷവും അവർ ശക്തമായി ഇറാന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ, ടെഹ്റാനിൽ പ്രത്യേകിച്ചും അവരുടെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിൽ ഒക്കെ റവല്യൂഷണറി ഗാർഡിന്റെ ആസ്ഥാനം ഒക്കെ ആക്രമിച്ചു തകർത്തു കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഇറാന്റെ മുന്നിൽ ഓപ്ഷൻസ് കുറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അവസാന നിമിഷം വരെ അവർ പിടിച്ചു നിൽക്കും. മാത്രമല്ല, ഖാംനയുടെ വധത്തെ തുടർന്ന് ഉളവായിട്ടുള്ള ഒരു സഹതാപ തരംഗം അനുകൂലമാക്കി എടുക്കുവാനും ഇറാൻ ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു കൺസോളിഡേഷൻ ഇറാനിയൻ ജനതയ്ക്കിടയിൽ, നേരത്തെ അവിടെ വിദ്യാർത്ഥി പ്രക്ഷോഭം, അതുപോലെ തന്നെ വിമതരുടെ പ്രക്ഷോഭം ഒക്കെ കൊണ്ട് ഒരു വിമത ശബ്ദം ഉയർന്നിരുന്ന ഇറാനിലെ ഒരു ജനങ്ങൾക്കിടയിലുള്ള ഒരു ഏകീകരണത്തിന് സാധ്യമാണോ എന്നുള്ള ഒരു കാര്യം കൂടി ഇറാൻ ഇപ്പോൾ നോക്കുകയാണ്. അതേസമയം ഇറാന്റെ ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണത്തിന്റെ തോത് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. ആക്രമണം അവർ നിർത്തിയിട്ടില്ല. ഇറാൻ ഈ ആക്രമണത്തിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെ നശിപ്പിക്കുക അല്ലെങ്കിൽ ആക്രമിച്ചില്ലാതാക്കുക എന്നുള്ളതല്ല, മറിച്ച് അമേരിക്കയ്ക്ക് മേല് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന രാജ്യങ്ങളാണ് GCCയിലെ എല്ലാ രാജ്യങ്ങളും തന്നെ. വലിയ സ്വാധീന ശേഷി അവർക്ക് അമേരിക്കയ്ക്ക് മേലുണ്ട്. സ്വാഭാവികമായിട്ടും ഈ രാഷ്ട്രീയ ശേഷി ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ പ്രേരിപ്പിക്കുക അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്നുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ് വാസ്തവത്തിൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണത്തിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇത് പക്ഷേ ഏത് രീതിയിലാണ് വരിക എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. കാരണം ഒരു പ്രതീകാത്മക ആക്രമണം എന്നതിലുപരി അതിന്റെ കാഠിന്യം വർദ്ധിച്ചതോടുകൂടി ഗൾഫ് രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇറാനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യ വളരെ ശക്തമായിട്ടാണ് ഇറാനെതിരെ പ്രതികരിച്ചത് എന്ന് മാത്രമല്ല, ഇന്ന് GCC കൗൺസിലിന്റെ മീറ്റിംഗിൽ വേണമെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന കൂടി ഇറക്കിയതോടുകൂടി ഗൾഫ് രാജ്യങ്ങളുടെ അതൃപ്തി വളരെയധികം വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ലക്ഷ്യം അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിന്റെ കാഠിന്യം കുറയ്ക്കുക അല്ലെങ്കിൽ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി എത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.